ഖത്തറിന് സുരക്ഷയൊരുക്കാൻ അമേരിക്ക. ഏതെങ്കിലും രാജ്യം ഖത്തറിനെ ആക്രമിച്ചാൽ അമേരിക്കയെ ആക്രമിച്ചതായി കണക്കാക്കി സമ്പൂർണ്ണ സുരക്ഷ ഖത്തറിന് നൽകും. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചാലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിയുണ്ടാകും. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഖത്തറിനെയും GCC രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ഖത്തറിനെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ആക്രമണമായി അതിനെ കണക്കാക്കും. അത്തരത്തിലുള്ള തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ അമേരിക്കൻ പ്രസിഡന്റ് പുറത്തിറക്കി എന്നുള്ളതാണ് വൈറ്റ് ഹൗസ് അറിയിക്കുന്നത്. ഏതായാലും ഇത് ഖത്തറിനും അതോടൊപ്പം തന്നെ GCC രാജ്യങ്ങൾക്കെല്ലാം വലിയ ആശ്വാസം നൽകുന്നതും അതോടൊപ്പം തന്നെ അമേരിക്ക ഈ മേഖലയ്ക്കൊപ്പമുണ്ട് എന്നുള്ളൊരു സൂചന നൽകുന്നത് കൂടിയാണ്. കാരണം സെപ്റ്റംബർ 9 ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണം ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ നടത്തുകയും ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഖത്തറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം 6 പേരാണെന്ന് മരിച്ചത്. അന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഈ ആക്രമണം താൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതും. ശക്തമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു ട്രംപ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ അമേരിക്കയിലെത്തിയ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നാണ് നേരെ ഖത്തർ പ്രധാനമന്ത്രിയെ വിളിക്കുന്നതും സംഭവിച്ച ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും അടുത്തൊരു തീരുമാനം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ട്രംപ് വളരെ വ്യക്തമായി തന്നെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നത് ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ ഖത്തറിനെ ആരാക്രമിച്ചാലും ഇസ്രായേൽ ആക്രമിച്ചാലും ഇനി സൈനികമായിട്ടാണെങ്കിലും മറ്റേതെങ്കിലും വിധത്തിലുള്ള ആക്രമണമാണെങ്കിലും അവരെ നേരിടാൻ വേണ്ടി അമേരിക്ക കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പക്ഷേ അതേ സമയത്ത് തന്നെ ഗാസയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള നടപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ട്രംപിന്റെ വാക്കുകളാണ്, ട്രംപിന്റെ ഉത്തരവാണ്. അതിന് എങ്ങനെയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.